ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, വാക്ക് മാറാൻ ദൈവം മനുഷ്യനല്ല. അതെത്ര എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സ്വർഗം അത് നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. എത്ര നാളുകൾ കഴിഞ്ഞാലും ആ ദൈവിക വാഗ്ദത്തത്തെ സ്വർഗം നിവർത്തിച്ചിരിക്കും. വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടിയൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇന്നുകളിൽ അവൻ വാഗ്ദത്തങ്ങളെ കേട്ട് അവൻ നിവർത്തിയായില്ലല്ലോ എന്ന് അവൻ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, അവൻ വാക്കു മാറത്തില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും. സമയം ഓടുക എന്ന് എനിക്കറിയാം. അമേൻ, ഒരു കുഞ്ഞു മെസ്സേജ്, ഒരു കുഞ്ഞു നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ വേഗത്തിലിരിക്കാം. പ്രത്യേകിച്ച് ഉയർപ്പ് ഞായറാഴ്ചയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതുമായി ചേർന്ന് തന്നെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഒരു ഭാഗം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം എടുത്തൊരാളൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം എടുത്തൊരാളൊന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആരെ എന്ന് ആ ഒറ്റ പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളൊന്ന് വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഇസ്രായേൽ 22 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായന യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അതിന് കൂടെയാണ് പറയുന്നത്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇത് പത്രോസിന്റെ പ്രസംഗത്തിനകത്ത്, പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ്. ഹല്ലേലൂയ. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ് ഈ പ്രസംഗം. താൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ പ്രസംഗത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് അവിടെ വായിച്ചത്. കാരണം യെരൂശലേമിനകത്ത് ഒരു വലിയ കാറ്റടിക്കുകയാണ്. എന്തിന്റെ കാറ്റെന്ന് ചോദിച്ചാൽ ഒരു ഉണർവിന്റെ കാറ്റ്. ഹല്ലേലൂയ. ഈ കാറ്റടിക്കുമ്പോൾ ഹല്ലേലൂയ വചനം പറയുന്നു ആ ദേശം മുഴുവനും ഇളകി യെരൂശലേമിൽ മർക്കോസിന്റെ മാളികയുടെ ചുറ്റിലും വന്നുകൂടുകയാണ്. അവൻ ഒരു വന്നുകൂടുമ്പോൾ കാണുന്നത് ഒരു 120 പേർ ആ മാളിക മുറിക്കകത്ത് ഇരിപ്പുണ്ട്. അവർ വല്ലാതെ എന്തൊക്കെയോ പറയുന്നു. ഇത് കേൾക്കുകയാണ്. ആരായിരിക്കുന്നേ? വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, യേശുവിന്റെ 12 ശിഷ്യന്മാർ കൂടെ ഒരു കൂട്ടം പേർ, മുഴുവൻ 120 പേർ ആ മാളിക മുറിക്കകത്ത് കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരുടെ വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുവെങ്കിലും ഇവരുടെ ഭയത്തിന് മാറ്റം വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്താ കാര്യം? തങ്ങളുടെ രക്ഷിതാവായ, തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തങ്ങളുടെ ഗുരുവിനെ ഹല്ലേലൂയ ഈ റോമൻ സാമ്രാജ്യം ക്രൂശിൽ തറച്ചു കൊന്നു. പുരോഹിതന്മാർ അവനെ ക്രൂശിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അത് മാത്രവുമല്ല, ഇവരെയും കൂടെ എങ്ങനെയും ഒതുക്കിക്കളയുവാൻ യേശുവിനോട് കൂടെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. ഹല്ലേലൂയ. പത്രോസ് മഹാപുരോഹിതന്റെ മഹാപുരോഹിതന്മാരുടെ ഹല്ലേലൂയ എന്തു പറയാം, മാളികയോളം ചെന്നു എങ്കിലും രണ്ട് സഹോദരിമാരുടെ മുൻപാകെ, ബാല്യക്കാരുടെ മുൻപാകെ യേശുവിനെ തള്ളി പറയുക. യേശുവിനെ കുറിച്ച് പത്രോസ് പറയുക, എനിക്ക് യേശുവിനെ അറിയത്ത് പോലുമില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള പേടിച്ചൊതുങ്ങിപ്പോയ പത്രോസ്, പേടിച്ചൊതുങ്ങിപ്പോയ ശിഷ്യന്മാർ ഹല്ലേലൂയ പുറത്തറിയാതെ ഒതുങ്ങിയിരിക്കുക വന്ന്. ഹല്ലേലൂയ. പക്ഷെ യേശു പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് ബലം വരുന്നൊരു ദിവസം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബലം വരുന്നൊരു
ദിവസമുണ്ട്, അത് വേറൊരു ദിവസമല്ല. എന്നോട് കേട്ട് പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഈ ജനം ഒരുമിച്ച് ഇവർ കാത്തിരിക്കാൻ തുടങ്ങി. ഇവർക്ക് പറയാനൊന്നുണ്ട്, പുറത്തോട്ട് ഇറങ്ങല്ലേ. ആമേൻ, ഹല്ലേലൂയ. അവരെല്ലാവരും കെണിയുമായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒക്കെ പറയുമ്പോഴും ഇവരുടെ ഉള്ളിലുള്ള ഭയം ഇവരെ ഒതുങ്ങിയിരിക്കാൻ പ്രേരിപ്പിച്ചു. അവൻ അതുപോലെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നുള്ള യേശുവിന്റെ വാക്ക് ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇവർ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങൾ, മണിക്കൂറുകൾക്ക് മുൻപ് യേശുവിനെ വിട്ട് ചിതറിപ്പോയ ഹല്ലേലൂയ ഒരു കൂട്ടം പേർ ഒരുമിച്ച് ദൈവത്തിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കാത്തിരിക്കുക. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, മർക്കോസ് സുവിശേഷ വേദഭാഗങ്ങൾ ഒടുവിലത്തെ അധ്യായങ്ങൾ യേശുവിന്റെ കഷ്ടതയുടെ ദിവസം, കഷ്ടതയുടെ സമയത്ത് ഇവരെല്ലാവരും ചിതറിപ്പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൽ ഇവരോട് കർത്താവ് പറയുക, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്, നിങ്ങൾ ഇവിടെ കാത്തിരിക്കുക. അവർ ഹല്ലേലൂയ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്നുവരെ ആരുടെ മുൻപിൽ എഴുന്നേൽക്കാത്ത പത്രോസ് ഹല്ലേലൂയ ആ കാത്തിരിപ്പിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ പത്രോസിനെ ഒതുക്കാൻ, പിന്നെ ശിഷ്യന്മാരെ ഒതുക്കാൻ ഹല്ലേലൂയ ലോകത്തിന് കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഒറ്റയ്ക്കോ ആരും അറിയാതെയോ ഹല്ലേലൂയ വല്ലാതെ പണിപ്പെട്ടോ ഒക്കെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവാലയത്തിൽ കടന്നു വന്നിട്ടുള്ളവർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടാകാം. ഞാൻ ഒരു കാര്യം പറയാം, കുറച്ച് ദിവസം പിശാച് നിങ്ങളെ ഒതുക്കിയെന്ന് വരാം, കുറച്ച് ദിവസം നിങ്ങളുടെ ഭയം നിങ്ങളെ ഒതുക്കിയെന്ന് വരാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, ഈ ദൈവ സാന്നിധ്യം ശക്തിയോടെ നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ഈ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ഒതുക്കി കളയുവാൻ, ഒതുങ്ങി പോകുവാൻ നിങ്ങൾ തന്നെ ആഗ്രഹിച്ചാലും കഴിയാത്തതുപോലെ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുക. ഒതുങ്ങി പോകുവാൻ ആഗ്രഹിച്ച് ഇനി ചെയ്തതും ഓടിയതും നിന്നതും ഒക്കെ മതി, ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാം എന്ന് ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവ് പറയില്ല. ചിലത് നിന്നെ ഒതുക്കുവാൻ തക്കവണ്ണം, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരുവന്റെ ശക്തി നിന്നെ തേടി ഈ ദിവസങ്ങൾ വരുന്നുണ്ട്. ചിലത് നിന്നെ നോക്കി പറയുമായിരിക്കും, നീ ഒതുങ്ങി, നീ പുറത്തു വരത്തില്ലെന്ന്. പക്ഷെ ഒതുങ്ങുന്നതിന്, ഒതുക്കപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരെ ഈ ദിവസങ്ങൾ ശക്തീകരിക്കാൻ പോവുക. ഇവർക്ക് തന്നെ പേടിയാ. ആമേൻ. പ്രാർത്ഥിക്കുന്നത് പുറത്ത് കേട്ട പ്രശ്നമാണ്. പുറത്തു കേൾക്കാൻ പേടിയുള്ള പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അയ്യോ, വീട്ടിൽ നിന്ന് ശബ്ദം പുറത്തു പോയാൽ അവരൊക്കെ പ്രാർത്ഥന കേൾക്കും എന്ന് പേടിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തലത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവരോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. അവസ്ഥ മാറാൻ പോവുക. ഹല്ലേലൂയ. അവസ്ഥ മാറാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവരറിയുക. നിങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന് ദേശം അറിയാൻ പോവുക. നിങ്ങൾ ദൈവത്തോട് കൂടെ നിൽക്കുന്ന വ്യക്തിയാണെന്ന് ദേശം അറിയത്തക്കവണ്ണം ഈ ദിവസങ്ങൾ സ്വർഗം ചിലതിനെ അഭിഷേകത്തിന്റെ ശക്തിയോടെ പുറത്തെടുക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുക, നീ ഒതുക്കപ്പെട്ടു പോകണമെന്ന് പിശാചും ലോകവും നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് നിന്നെ കരം തന്ന് പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ അസാധാരണമായ ശക്തി നിന്നെ തേടി വരിക. മാളിക മുറിക്കകത്ത് കൂടിയത് ആരും ചിലപ്പോൾ അറിഞ്ഞു പോലും കാണത്തില്ല. എന്താ കാര്യം? ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ നടപ്പ്. പേടിയാ. ഇവർ പ്രാർത്ഥിച്ച സൗണ്ട് വെളിയിൽ കേൾക്കത്തില്ല. കാരണം കൂടിയിരിക്കുന്നറിഞ്ഞാൽ ആമേൻ പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവരെയും ഒരുപക്ഷെ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള ഭയം ഇവരുടെ മേലുണ്ട്. അതുവരെ ഇവരെ ഭരിച്ചിരുന്നത് ആമേൻ അവരോടുള്ള ഭയമായിരുന്നെങ്കിൽ അന്ന് എന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തു നാൾ വന്നപ്പോ 50-ാം നാളിന്റെ അന്ന് അവൻ പിതാവിൽ നിന്നുള്ള വാഗ്ദത്തം അവൻ കൂടിയിരുന്ന
എന്ന് പ്രാർത്ഥിച്ച തൻ്റെ മക്കളെ തേടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇവരുടെ മേൽ ഈ അഭിഷേകം പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് വരെ അവരെ ഭരിച്ചിരുന്ന ഭയത്തിന്റെ മണ്ഡലം അവരെ വിട്ടുമാറി. അന്ന് വരെ അവരെ ഭരിച്ചിരുന്ന ഹല്ലേലൂയ മരണ ഭയം, ആമേൻ, സകലത്തെയും കുറിച്ചുള്ള ഭയം അവരെ വിട്ടുമാറി. വചനം പറയുന്നു, അവർ വായി തുറന്ന് ഉച്ചത്തിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവൻ ദേശത്തിൻ്റെ നടുവിൽ ചില അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. വീടിനകത്ത് അതിര് വെക്കാതെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ദേശത്തിനകത്ത് എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനെ സ്വർഗം നിങ്ങളിലൂടെ ചെയ്യാൻ പോവുക. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ദേശത്തെ പിടിക്കുന്ന ഒരു കൂട്ടത്തെ, നിങ്ങൾ പാർക്കുന്ന ദേശത്തെ ക്രിസ്തുവിന് വേണ്ടി പിടിക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ, ഞാനും ഒതുങ്ങി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അഭിഷേകത്തിന്റെ ശക്തിയാൽ, അവൻ പ്രാർത്ഥനയിൽ ദൈവശക്തിയിൽ എനിക്ക് എഴുന്നേൽക്കണം. ഏകഹൃദയത്തോടെ, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധി നിന്നെ കൊടുത്താൽ നിന്നെ തേടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അത് നിങ്ങൾ തിരിച്ചറിയാൻ പോവുക. ഒതുക്കപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില മണ്ഡലങ്ങളുടെ അതിർവരമ്പുകളെ ഭേദിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുക. ഇവർ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചവരാ, ശബ്ദം പുറത്തു കേൾക്കരുന്ന് ആഗ്രഹിച്ചവരാ. പക്ഷെ 50-ാം നാൾ വന്നപ്പോ ഇവരെ പിടിച്ചൊതുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. 4 ചുവരിന് ഇവരെ ഒതുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഇവരുടെ ശബ്ദം യെരൂശലേമിനെ ഇളക്കി. ഹല്ലേലൂയ. നാട്ടുകാർ പരസ്പരം തോളെ തട്ടിയിട്ട് ചോദിച്ചു, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നേ, എന്താ സംഭവിക്കുന്നേ, എന്താ സംഭവിക്കുന്നേ? അവിടെ എന്താ ഇത്രയും ഒച്ചപ്പാട്, അവിടെ എന്താ ഈ ശബ്ദം? അവൻ ദേശം മുഴുവൻ, അവൻ യെരൂശലേം മുഴുവൻ ഇളകി. അവൻ മർക്കോസിന്റെ മാളികയുടെ ചുറ്റും കൂടി. അവർക്കറിയേണ്ടത് എന്തുവാന്നാ? ഹല്ലേലൂയ. പറഞ്ഞു കൊടുക്കാൻ പ്രാഗൽഭ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തുമില്ല. എല്ലാത്തിനും ഒന്നാമനായ പത്രോസ് അഭിഷേകം വന്നപ്പോൾ അതിലും ഒന്നാമനാ. പുള്ളി ചാടി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ഇതെന്താണെന്നുള്ളത്. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ക്രൂശിൽ തറച്ചു കൊന്ന യേശുവിനെ നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ആ യേശു നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു സാധാരണ വ്യക്തിയല്ല. നിങ്ങൾ വിചാരിച്ചത് യേശുവിനെ കൊന്നു കഴിഞ്ഞപ്പോ അല്ലെ അതോടെ അവൻ എല്ലാം കഴിഞ്ഞു വന്ന, പക്ഷെ കൊന്നു കഴിഞ്ഞപ്പോ അവിടെ ചിലതിന്റെ ആരംഭമാ. ഹല്ലേലൂയ. യേശു മരിച്ചു കഴിഞ്ഞപ്പോ ചിലത് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുക. അവൻ അവരോട് പത്രോസ് പറയുക, നിങ്ങൾ ചിന്തിച്ചതുപോലെ അതവിടെ തീർന്നില്ല. അതിനു വേണ്ടി തന്നെയാ യേശുവിനെ സ്വർഗം അയച്ചത്. നിങ്ങൾ ചിന്തിച്ചതുപോലെ അതവിടെ തീർന്നില്ല. അവിടെ ചിലതിന്റെ ആരംഭമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിശാച് നിന്നെ നോക്കി ഒതുക്കി കളയുമെന്ന് വാദിച്ച് ഏതൊക്കെയോ മണ്ഡലത്തിനകത്ത് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോ അവൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് തിരിച്ചറിയണം, അത് നിങ്ങളുടെ അവസാനമല്ല, അത് ചിലതിന്റെ ആരംഭമത്രേ. അവിടെ നിങ്ങളെ ഒതുക്കുവാൻ, ഭയപ്പെടുത്തി ഒതുക്കുവാൻ, ഹൃദയത്തിനകത്ത് ചില ചിന്തകളെ കൊണ്ടിട്ട് ഒതുക്കുവാൻ പിശാച് പദ്ധതിയിടുമ്പോ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർ പറയണം, ഞാൻ അവിടെ ഒതുങ്ങത്തില്ല. ചിലതിന്റെ ആരംഭമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. മഹാപുരോഹിതന്മാർ ചിന്തിച്ച തീർന്നു വന്ന, പക്ഷെ പത്രോസ് എഴുന്നേറ്റ് പറയും, ഇല്ലെന്നേ, ദൈവം കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലും മരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കാൻ വേണ്ടി അയച്ചേ. എന്തിനു വേണ്ടി? തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ക്രൂശിന്മേൽ ഒഴുക്കി തരാൻ വേണ്ടിയാ. മറുവിലയായി ഈ ലോകത്തെ മുഴുവനും വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയാ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചേ.
ഞാൻ പറയും, നമുക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാ? ഒരു നല്ല വീട് വെച്ച് താക്കോല് കൈമാറുന്നതാണോ? നല്ലൊരു കാറ് കിട്ടുന്നതാണോ? അല്ലെന്നേ. കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ കാൽവരി ക്രൂശിൽ അവൻ ദൈവം നമുക്ക് വേണ്ടി സമ്മാനിച്ച അവൻ സമ്മാനമായ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നുവരെ അവൻ ലോകം മാനവ കുലത്തെ നോക്കിയിട്ട് പിശാച് പറഞ്ഞു, അവൻ ഇവരുടെ അധിപതി ഞാനാന്ന്. പക്ഷേ അന്ന് യേശു കർത്താവ് പറയുക, അല്ലയോ പിശാചേ, നിന്റെ ആയുധ വർഗത്തെ വേപ്പിച്ച് ഞാൻ നിന്നെ കീഴടക്കി. ക്രൂശിന്മേ നീ ചിന്തിച്ചത് എന്നെ ഒതുക്കിയെന്ന, ക്രൂശിന്മേ നീ ചിന്തിച്ച ഞാൻ ഒതുങ്ങിയെന്ന, ക്രൂശിന്മേ നീ ചിന്തിച്ച ദൈവത്തിന്റെ പദ്ധതി നീ പൊളിച്ചുവെന്ന. പക്ഷെ തിരിച്ചറിഞ്ഞു, ക്രൂശിന്മേൽ സംഭവിച്ചത് നിന്റെ അവൻ പൂർണ്ണമായ പരാജയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ പരാജയം പൂർണ്ണമായ സ്ഥലമാണ് കാൽവരി ക്രൂശ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അവൻ ഒരു യാദൃച്ഛ്യ നടന്ന സംഭവമല്ല. നമുക്കറിയാം, പ്രസംഗിച്ചതിൻ്റെ സമയം കളയുന്നില്ല. അവൻ വചനം പറയുന്നു, മുൻനിർണയ പ്രകാരം സംഭവിച്ചതായിരുന്നു. നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്ന കാര്യം, സ്ഥിരമാക്കി തീരുമാനിച്ചു വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. നമ്മൾ പറയും, കർത്താവേ വീട് തന്നതിനായി സ്തോത്രം, ആട് തന്നതിനായി സ്തോത്രം, കോഴി തന്നതിനായി സ്തോത്രം, കാറ് തന്നതിനായി സ്തോത്രം. എല്ലാത്തിലും ഉപരിയായി കർത്താവേ അങ്ങയുടെ പുത്രനെ അവൻ എനിക്ക് വേണ്ടി ഹല്ലേലൂയ അയച്ചല്ലോ. ഏകജാതനായവൻ്റെ മുഖത്തേക്ക് സ്നേഹം കൊണ്ട് നോക്കി നിൽക്കാതെ അവിടെ മുഖം മറച്ചിട്ട് എനിക്ക് വേണ്ടി ആ മകനെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചല്ലോ. അതുപോലൊരു സന്തോഷം, അതുപോലൊരു മനസ്സിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കർത്താവേ. ഈ ലോകത്തിലെ അവൻ സകലത്തെക്കാൾ വലിയ ഗിഫ്റ്റാ അന്ന് എനിക്ക് അങ്ങ് തന്നത്. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ യേശുവിനെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പിശാച് വിചാരിച്ച് തോൽപ്പിക്കുന്നു. പക്ഷെ സംഭവിച്ചത് എന്തുവാണ്? യേശുവിടെ ജയോത്സവം കൊണ്ടാടി. വചനം അങ്ങനെ പഠിപ്പിക്കുന്നേ. ഹല്ലേലൂയ. റോമർ ആമേൻ അതിൻ്റെ 5-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ അവിടെ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. ആമേൻ 5-ന്റെ 8-ാമത്തെ വാക്യം, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ പിതാവ് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. പിശാച് ആമേൻ എല്ലാവരും വിചാരിച്ചത് യേശു കർത്താവ് അതോടെ ഒതുങ്ങുന്ന. ഹല്ലേലൂയ. പക്ഷെ പിശാചിനൊരു കാര്യം മനസ്സിലായി. എപ്പോഴാണ് മനസ്സിലായെന്നറിയാമോ? പിശാച് യേശു കർത്താവിനെ പിടിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ പിടിക്കുമ്പോഴും പിശാചിന് എന്തുവായിരുന്നു? തുള്ളിച്ചാട്ടം. ഇപ്പം തീരും, യേശു ഇപ്പം തീരും. ഹല്ലേലൂയ. ആമേൻ കാൽവരി ആമേൻ ആ കൊലക്കളത്തിലേക്ക് ആമേൻ ആ കൈകളെ ആണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും പിശാച് വിചാരിച്ചു ഇപ്പം കഴിയും. പക്ഷേ എപ്പോഴാണോ യേശു കർത്താവ് ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടത്, അന്നേരം പിശാചിന് മനസ്സിലായി പണി പാളി. ഹല്ലേലൂയ. കാരണം ഞാൻ ഉദ്ദേശിച്ചതല്ല ഇവിടെ നടന്നത്, അതിന് വിപരീതമായതൊന്നാ. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിച്ചത് യേശു കർത്താവ് ഇവിടെ തോൽക്കുമെന്ന്, മരിച്ചു കഴിഞ്ഞാൽ തോൽക്കുമെന്ന്. നോ, ഇവിടെ വന്നപ്പോൾ പിശാചിന് മനസ്സിലായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങൾ തന്നെ വിറ്റ് നഷ്ടമാകുന്നത്. അന്നേരം പിശാച് അറിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. കൂടുന്ന മഹാപുരോഹിതന്മാർ പറഞ്ഞു യേശുവിനെ ക്രൂശിച്ചു എന്ന്. പക്ഷേ അവരറിയാത്തൊരു കാര്യമുണ്ട്, പുറകിൽ നിന്നവന്റെ കുട്ടുകാല് വിറയ്ക്കുക. ഹല്ലേലൂയ. അവരെ കുത്തിയിളക്കിയ ആമേൻ ആരാ? പിശാച്. ഹല്ലേലൂയ. ചിലരുണ്ട് ഈ തലവം വീണതറിയാതെ കളിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായിരുന്നു അന്നത്തെ യേശുവിൻ്റെ മരണശേഷമുള്ള മഹാപുരോഹിതന്മാർ. പിശാച് വീണത് അറിഞ്ഞില്ല. ആമേൻ. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ജയം കൊണ്ടാടിയത് അവരറിഞ്ഞില്ല. അവർ വിചാരിച്ചു യേശുവിനെ ഒതുക്കിയെന്ന്. ഹല്ലേലൂയ. പക്ഷേ വചനം പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മതിയാകാത്തത് കൊണ്ട് പത്രോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ജയിച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, മരണത്തിന് ആകെ
ആഗ്രഹം ഉണ്ടായിരുന്നു യേശുവിനെ തോൽപ്പിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവൻ യേശുവിനെ തോൽപ്പിക്കാൻ മരണത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പിശാചിന്റെ ഭയപ്പെടുത്തുന്ന ഏറ്റവും ഒടുവിലത്തെ വേട മരണം, മരണത്തിന് യേശുവിനെ തോൽപ്പിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. വചനം പറയുന്ന കഴിഞ്ഞില്ല. എന്താ കാര്യം? അസാധ്യമായ കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി യേശു എഴുന്നേക്കണ്ട, എഴുന്നേക്കണ്ട, എഴുന്നേക്കണ്ടെന്ന് മരണം വാദിച്ചപ്പോൾ വചനം പറയുന്ന മരണത്തിന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല യേശു ഉയർത്തെഴുന്നേറ്റത്. മരണത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല അവൻ ഉയർത്തെഴുന്നേറ്റത്. മരണം അതിൻ്റെ ഫോഴ്സ് യേശുവിൻ്റെ ശരീരത്തിന്മേൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അപ്ലൈ ചെയ്യാത്തത് കൊണ്ടല്ല യേശു ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. വചനം പറയുന്നു അതിൻ്റെ പരമാവധി ശ്രമിച്ചത്, പക്ഷേ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നത് കൊണ്ട് ശത്രുവിന്റെ സകല പദ്ധതികളെ പൊളിച്ച് യേശു കർത്താവ് പുറത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് പല മണ്ഡലങ്ങളും പറയും, നിങ്ങൾ പുറത്തു വരത്തില്ല, അനുഗ്രഹിക്കപ്പെടത്തില്ല, വിടുതൽ പ്രാപിക്കത്തില്ല, വാഗ്ദത്തം പ്രാപിക്കത്തില്ല എന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ പിശാച് പറയുന്ന അതേ സമയത്ത് വചനം നമ്മളോട് പറയും, അവൻ യേശുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെയും പിടിച്ചു വയ്ക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെയും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്നാണ് പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി ക്രൂശിന്മേൽ തന്നത്. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വിലയേറിയ ഗിഫ്റ്റ്. ഹല്ലേലൂയ. ഈ ക്രൂശിന്മേൽ യേശുവിനെ യാഗമാക്കി കഴിയുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ നടന്നു. അവൻ മനുഷ്യരിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് ആദിമകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ദൈവത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവും സാധിപ്പിച്ചിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പെർമനൻ്റ് ആയിട്ട് അവൻ ലോകത്തിലേക്ക് അയക്കുവാൻ ഒരു കരാറിൽ യേശുവും ദൈവവുമായിട്ടൊരു ഒപ്പിടുകയാണ്. ഹല്ലേലൂയ. പെർമനൻ്റ് ആയിട്ട് അവൻ തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ദൈവജനത്തെ വേർതിരിക്കുവാൻ, ദൈവജനത്തെ സൂക്ഷിപ്പാൻ, ദൈവജനത്തെ ബലപ്പെടുത്തുവാൻ, അവൻ ജനത്തോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ ഈ ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് കൂടെ അന്ന് സൈൻ ചെയ്തു. ഹല്ലേലൂയ. അവൻ അന്ന് സൈൻ ചെയ്തു. എന്താ അത്? അവൻ ജനത്തിന്റെ മേൽ നിലനിൽക്കുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന വാഗ്ദത്തത്തിൻ പ്രകാരം ക്രൂശിന്മേൽ യേശു മരണത്തിന് അവൻ ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ എഗ്രിമെന്റ് നിലവിലോട്ട് വന്നു. ഹല്ലേലൂയ. 50-ാം നാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു. അവിടെ ഒതുങ്ങിയില്ല. യെരൂശലേമിൽ ഒതുങ്ങാതെ അത് ലോകത്തിൽ ആകമാനം അവൻ വ്യാപരിക്കാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മളും ആ അഭിഷേകത്തോടെ ദൈവത്തിനെ ആരാധിക്കുക. ഹല്ലേലൂയ. അവൻ ഈ അഭിഷേകം പ്രാപിച്ച ദൈവപൈതൽ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഈ എഗ്രിമെന്റ് പ്രകാരം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ. റോമർക്കെഴുതിയ ലേഖനം തന്നെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയും, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ആമേൻ നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഹല്ലേലൂയ അവൻ ജീവിപ്പിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നു? അവൻ ആ എഗ്രിമെന്റ് പ്രകാരം സംഭവിച്ച ഒന്ന്, യേശു മരണത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ പിതാവിൽ നിന്നൊരു വാഗ്ദത്തം, തൻ്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനായി വീണ്ടെടുപ്പ് നാൾ വരെ അവരോട് കൂടെ ഇരിക്കുവാൻ ഞാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ ജനത്തിന്റെ മേൽ ഹല്ലേലൂയ പകരാൻ പോവുക. വിശ്വസിക്കുന്നവന്റെ മേൽ പകരാൻ പോവുക. ഹല്ലേലൂയ. ഈ ആത്മാവ് ഏത് ആത്മാവാണ്? അന്ന് അവൻ മരിച്ചുപോയ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി യേശു കർത്താവിന്റെ ശരീരത്തിൽ വ്യാപരിച്ച അതേ ആത്മാവ് എന്ന് വെച്ചാൽ പിശാചിന് തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന്, പിശാചിന് തോൽപ്പിക്കാൻ അസാധ്യമെന്ന് വചനം നമ്മളെ പറഞ്ഞു തന്ന അതേ ആത്മാവ് മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. അതേ ആത്മാവ് മരണത്തിൽ നിന്ന് യേശുവിനെ എഴുന്നേൽപ്പിച്ച അതേ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേൽ പകർന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിൽ നിന്നാ? ആ സ്നേഹം യേശുവായി ഈ ലോകത്തിലേക്ക് വന്ന് ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു. തൊട്ടടുത്ത് റോമർക്കെഴുതിയ ലേഖനം തന്നെ അവിടെ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അങ്ങനൊരു ഭാഗം റോമർക്കെഴുതിയ 5-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഒന്ന് തിരിച്ചറിയുക, അതേ ആത്മാവ് പാസ്റ്റർ പുറത്തിരിക്കുന്ന ഒരാത്മാവ്, യേശുവിനെ ഉയർപ്പിച്ചത് വേറൊരാത്മാവ്, അടുത്തിരിക്കുന്ന നല്ല പ്രാർത്ഥിക്കുന്ന ആളുടെ ഒരാത്മാവ്, പ്രവചിക്കുന്ന ആളുടെ വേറൊരാത്മാവ്. ഹല്ലേലൂയ. അല്ല, എല്ലാവരുടെയും മേലും ഇരിക്കുന്ന ഒരേ ആത്മാവാണ്. അല്പം കൈയടിച്ച് പാടുന്നവൻ്റെ കയ്യിരിക്കുന്നു വേറൊരാത്മാവ് അല്ല. ചെറിയ ആത്മാവ്, വലിയ ആത്മാവ് അങ്ങനൊന്നുമില്ല. എല്ലാം ഒരേ ആത്മാവ്, ഒരേ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവ്. ഈ ആത്മാവുള്ള വ്യക്തിയോട് പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങളിൽ വ്യാപരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വിഷയങ്ങൾക്ക് അസാധ്യമായ കാര്യമാണ്. ഹല്ലേലൂയ, അസാധ്യമായ കാര്യമാണ്. കാരണം എന്താ? ഒറ്റ കാരണം, അതേ ആളാ ഇവിടെ ഇരിക്കുന്നേ. ഏതാള്? ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് വന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല എന്ന് പിശാച് വാദിച്ചുകൊണ്ടിരുന്നു. അപ്പം എഴുന്നേറ്റ് പോകാൻ ഒരൊറ്റ കിക്ക് കൊടുത്ത് അവനെ ചവിട്ടി പുറത്താക്കിയിട്ട് കർത്താവിനെ ജീവിച്ച് എഴുന്നേൽപ്പിച്ച് അതേ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്തിരുന്ന് ആരാധിക്കുന്ന എൻ്റെയും നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിരോധമായി വരുന്ന പ്രശ്നങ്ങളോട് മല്ലിടാൻ അടുത്തൊരു വ്യക്തി വന്നില്ലെങ്കിലും തിരിച്ചറിയുന്ന വ്യക്തി അതിനകത്ത് ജയം പ്രാപിക്കാൻ പോവുക. അതേ ദൈവത്തിൻ്റെ ആത്മാവ്, അതേ ദൈവത്തിൻ്റെ ആത്മാവ്, അതേ ദൈവത്തിൻ്റെ ആത്മാവ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്തുവാ? എനിക്ക് രോഗം, എനിക്ക് ഭാരം, എനിക്ക് പ്രയാസം, എൻ്റെ പ്രാർത്ഥിച്ചിട്ട് വിഷയം മാറുന്നില്ല, പ്രാർത്ഥിച്ച് എനിക്ക് കടബാധ്യത മാറുന്നില്ല. ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വില എന്തെന്ന് തിരിച്ചറിയുക. ഇതൊരു സാധാരണ ആത്മാവല്ല. നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിൻ്റെ മണ്ഡലത്തിന് നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തോട് ജയിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ജയിപ്പാൻ കഴിയത്തില്ല. അപ്പം നിങ്ങൾ സിസ്റ്റർ, പിന്നെന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്നെ വിട്ട് മാറുന്നില്ല? പിന്നെന്തുകൊണ്ട് ഈ പ്രതികൂലങ്ങൾ ഇന്നും എനിക്ക് വിരോധമായി നിൽക്കുന്നു? ഹല്ലേലൂയ. ഞാൻ പറയാം, അത് നമ്മൾ ആ കർത്താവിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മുടെ സപ്പോർട്ട് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വന്നു വലിയൊരു ഗിഫ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ തന്നേക്കുക. ഹല്ലേലൂയ. ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ച് ആരോഗ്യം വരുമോ? അത് കഴിക്കണം, വേണ്ടേ? ഹല്ലേലൂയ. ശരിക്കും ഭക്ഷണം കഴിച്ചാൽ എന്നെ പോലെ നല്ല തടിയൊക്കെ വെച്ച് ഒക്കെ ഇരിക്കാം. ഹല്ലേലൂയ. ഒന്നും കഴിച്ചില്ലേ? ഇവിടെ ഏറ്റവും ഉണക്കാരുണ്ട് ഇരിക്കുന്ന ഉഷ ചേച്ചിയെ പോലെ ഇരിക്കാം. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞതാണേ, ആവശ്യത്തടിയുണ്ട്, ചുമ്മാ പറഞ്ഞതാ. ഓക്കെ. ഹല്ലേലൂയ. ശരിക്കും ഭക്ഷണം കഴിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളതിനെ എത്രത്തോളം കൺസ്യൂം ചെയ്യുമോ? അതിനെന്താ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതിനെത്രത്തോളം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിനെത്രത്തോളം നമ്മളിൽ ചലിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ശരിക്കും ഫുഡ് കഴിച്ചാൽ അറിയാണ്ട് തടി വെച്ച് ആരോഗ്യം പ്രാപിക്കും എന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ശരിക്കും നമ്മളിൽ പരിവർത്തിക്കാൻ നമ്മൾ അനുവാദം കൊടുത്താൽ. എങ്ങനെ അനുവാദം കൊടുക്കുന്നേ? എങ്ങനെ അനുവാദം കൊടുക്കുന്നേ? അതൊന്നും തിരിച്ചറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. എങ്ങനെ അനുവാദം കൊടുക്കുന്നേ? നമ്മൾ എന്തോ ചെയ്യും? ഹല്ലേലൂയ. ദൈവത്തെ പരിശുദ്ധാത്മാവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ലോക തോൽവിയാ, എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, അവിടെ ബാധ്യത, ഇവിടെ ബാധ്യത, ആ രോഗം, ഈ രോഗം, ആ പ്രയാസം, ഈ പ്രയാസം എന്നാണോ എന്ന് തോന്നുന്നു രക്ഷപ്പെടുന്നേ. പറയേണ്ടത് എന്താണെന്നറിയാമോ?
യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ യാതൊന്നിനും എന്നെ പിടിച്ചു വെക്കുക സാധ്യമല്ല. ഇത് പറയാൻ തുടങ്ങണം. നമ്മൾ പറയുന്നത് മുഴുവനും ആത്മാവിനെ തളർത്തുന്ന വാക്കാണ്. നമ്മൾ ആത്മാവിനെ വളർത്തണം. നമ്മുടെ ഉള്ളിൽ ആത്മാവിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അവസരത്തെ അടച്ചു കളയുക. എങ്ങനെയാണ്? എനിക്കൊന്നിനും കഴിയത്തില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ അവിടെ കാഞ്ഞിരോണ ചർച്ചിൽ ഇടയ്ക്ക് വരുന്നൊരു കുഞ്ഞാ. അവനവൻ്റെ സഹോദരിയായിട്ട് ഇടയ്ക്ക് ഒരു തവണ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് വന്നപ്പോൾ ആ കുഞ്ഞിൽ നിന്ന് ബന്ധനം വിളകി മാറി കുറച്ച് വിഷയങ്ങൾ. അതുപോലെ ഇടയ്ക്ക് ദിവസങ്ങൾ മീറ്റിങ്ങിൽ ഞായറാഴ്ച വരുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഓക്കെ, ആ കുഞ്ഞ് വന്നു. ആരാധിക്കാനൊക്കെ വരും. പക്ഷേ എപ്പോഴും മനസ്സിനകത്ത് ഭയങ്കര എന്തു പറയാം, അവൻ്റെ ശരീരത്തിൽ നേരത്തെ കുഞ്ഞായിരുന്നപ്പോൾ അവൻ്റെ ഒരു കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ക്രിയാറ്റിൻ്റെ ലെവലിന് വിഷയം ഉണ്ടായിരുന്നു. അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അതിനുശേഷം ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയെന്ന് തോന്നുന്നു. ഒക്കെ ആയി. എന്നിട്ട് ഈ അടുത്ത നാളുകൾ വീണ്ടും ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നീര് പോലെ പുറത്ത് വരാൻ തുടങ്ങി. നീര് പോലെ പുറത്ത് വന്നു. അപ്പോൾ ഇവരുടെ സഹോദരി അവർക്കെന്ന് വെച്ചാൽ ഷുഗർ കൂടിയിട്ട് അകത്തുള്ള എല്ലാ അവയവും ഡാമേജ് ആയെന്ന് പറഞ്ഞ് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ടിരുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി തോന്നുന്നു. അങ്ങനെ ഒത്തിരി പ്രയാസത്തിൽ കിടന്നൊരു സഹോദരിയാണ്. ദൈവം അവരെ പുറത്തെടുത്തു. അവർക്ക് ജോലിയുണ്ട്, ദൈവം അവരെ സൗഖ്യത്തോടെ പുറത്തെടുത്തു. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട് ഇവർ എന്ത് വന്നു. അതിനിടയ്ക്ക് ആ കുട്ടിക്ക് ഒരു ദിവസം ബന്ധനമുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. ഈ കൊച്ച് സുഖമാകും. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യുന്നറിയാമോ? ഹോസ്പിറ്റലിൽ പോകാൻ പോയ കൊച്ചിനെ പിടിച്ചോണ്ട് നേരെ ചർച്ചിൽ വന്നു. ഹല്ലേലൂയ. ചർച്ചിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ നീരൊക്കെ മാറി. പക്ഷേ മൊബൈൽ ഉപയോഗം കുറയ്ക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ് ആ സഹോദരി. ഞങ്ങളുടെ അവിടെ ചർച്ചയിൽ വരുന്ന ആ സഹോദരി മാത്രമേ രക്ഷിക്കപ്പെട്ട് വന്നത്. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ വരാൻ തുടങ്ങി. വന്നു കഴിഞ്ഞപ്പോൾ വിടുതലായി. പക്ഷേ വീണ്ടും ഇവൻ എപ്പോഴും വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചുകൂടിയിരിക്കും. പറയുന്ന ഒറ്റ കാര്യമുണ്ട്, എനിക്ക് വയ്യ, ഞാൻ പഠിക്കുന്ന എന്തിനാ, ഞാൻ മരിച്ചു പോകും. അവനിപ്പോൾ രോഗമൊന്നുമില്ല, പക്ഷെ അവൻ പറയുന്നത് എന്തുവാ? ഞാൻ എന്തിനു പഠിക്കണം, ഞാൻ മരിച്ചു പോകും. ഹല്ലേലൂയ. ഞാൻ മരിച്ചു പോകും, പിന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നേ? ഞാൻ എന്തിന് ഭക്ഷണം കഴിക്കണം? ഞാൻ എന്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യണം? ഞാൻ എന്തിന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം? 20 വയസ്സായുള്ളൂ കൊച്ചു കുഞ്ഞാ. എന്തിനു വേണ്ടി ചെയ്യണം? ഹല്ലേലൂയ. മനസ്സിനെ എന്ത് ചെയ്താ? പറഞ്ഞ് തളർത്തി അങ്ങ് വെച്ചേക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പരീക്ഷിച്ച് നോക്കണം. ഇവിടെ പരീക്ഷിക്കുന്നവർ കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? വീട്ടിൽ ചെന്നിട്ട് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ കൈ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഈ കൈ ഇവിടെ മുതൽ ഇതുവരെ എനിക്ക് ഭയങ്കര വേദനയാണെന്ന് ഒരു 10 പ്രാവശ്യം നിങ്ങൾ കയ്യെ നോക്കി പറയണം. പറഞ്ഞിട്ട് എന്നെ വിളിച്ചേക്കരുത്, വേദനയാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. പരീക്ഷിക്കുന്നേ കൊള്ളാം, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കിക്കോണം. നിങ്ങൾ 10 പ്രാവശ്യം ഈ കൈ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഈ കൈ ഇവിടെ മുതൽ ഇതുവരെ വിരലൊക്കെ ഭയങ്കര വേദനയാ എന്ന് ഈ വിരലിനെ നോക്കി നിങ്ങൾ സഹതാപത്തോടൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്ക്. 10 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ കൈ എങ്ങനെ ആവും? ഭയങ്കര വേദന തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നേ, ഞാൻ തമാശ പറയുവല്ല. ഹല്ലേലൂയ. ഇതുപോലെ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത വിധം നമ്മൾ പലതിനെയും അടച്ചു കളയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉറങ്ങാത്തവരൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. കുറേ പേര് ഉറങ്ങി. അതോ പേടിയാണോ? ഉറങ്ങിയതാണോ ഉറങ്ങാത്തതാണോ എന്ന്? ഹല്ലേലൂയ. ഒന്ന് ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താ? നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ വിടുതലിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അവൻ ജയിക്കാൻ നമുക്ക് കഴിയുമെന്ന ഒരു ഉറപ്പിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ശക്തിയുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രവൃത്തി അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പറയൂ കൈക്ക് വേദനയാ, കൈക്ക് വേദന 10 പ്രാവശ്യം പറഞ്ഞു, കൈ അഴിക്കാൻ വയ്യ, കൈ ദേ കിടക്കണു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇത്ര നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണം. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് സകല പ്രശ്നങ്ങൾക്കും അകത്തുനിന്ന്, സകല പ്രതികൂലങ്ങൾക്കും അകത്തുനിന്ന്, മരണപാശങ്ങൾക്കകത്തുനിന്ന് പോലും നമ്മളെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ള ആത്മാവാണ്.
നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ ശക്തിയുള്ള ആത്മാവാണ്. ഹല്ലേലൂയ. അത് എപ്പോൾ മുതൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ അപ്പോൾ മുതൽ നമ്മൾ ജയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പ്രവൃത്തികളെ എപ്പോൾ മുതൽ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങുമോ അന്നേരം മുതൽ നമ്മൾ ജയിക്കാൻ തുടങ്ങും. വിരോധമായി ചലിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനെ നോക്കി പറയുക, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. രോഗം നിന്നെ ഒതുക്കുന്നു, അതിനെ നോക്കി പറയുക, രോഗമേ നിനക്കെന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലും ദൈവം പകർന്നിരിക്കുന്നത്. ഇത് നമ്മൾ അംഗീകരിക്കത്തില്ല. അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും, പക്ഷേ വിശ്വാസമില്ല. പ്രാർത്ഥിക്കും, പക്ഷെ വിടുതൽ ഏറ്റെടുക്കുന്നില്ല. ഞാൻ പറയാം, ഇന്നലെ വരെ നിങ്ങൾ കണ്ട ചരിത്രം തോൽവിയുടെ ചരിത്രമായിരിക്കാം. പക്ഷേ എപ്പോ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചലിക്കാൻ തുടങ്ങുന്നു, പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ചലിക്കുവാൻ നിങ്ങൾ എപ്പോൾ അനുവാദം കൊടുക്കുന്നു, അന്നേരം മുതൽ തോൽവിയുടെ ചരിത്രമല്ല ആവർത്തിക്കുന്നത്. അന്നേരം മുതൽ അവൻ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഉരുവാക്കിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ പറയാൻ തുടങ്ങണം, അവൻ ശരീരത്തെ നോക്കിയിട്ട് അയ്യോ ഞാൻ രോഗിയാണെന്നല്ല. ഹല്ലേലൂയ. മരിച്ച യേശുവിനെ ഹല്ലേലൂയ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്ന അതേ ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് കൊണ്ട് ഈ രോഗത്തിന് എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഈ രോഗത്തിന് എൻ്റെ തലമുറയെ ഒതുക്കാൻ കഴിയത്തില്ല. ഈ രോഗത്തിന് എൻ്റെ നന്മകളെ തടയാൻ ഒക്കത്തില്ല. ഈ പ്രശ്നത്തിന് അവൻ എന്നെ ഒതുക്കിക്കളയാൻ കഴിയത്തില്ല. ഏത് പ്രശ്നത്തിനകത്തൊന്നും ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ജീവനുള്ള ആമേൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ആത്മാവാണ്, എന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ജനത്തിന്റെ മേൽ ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് ഒതുക്കി കളയുമെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വരുമ്പോൾ, ചില തകർത്ത് കളയുമെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വരുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, വായി തുറന്ന് പറയാൻ തുടങ്ങണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവാ എൻ്റെ മേലിരിക്കുന്നേ. അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. ഹല്ലേലൂയ. നിങ്ങൾ പറയും, നിങ്ങൾ തോൽവിയാണോ ജയമാണോ? ജയമാണ്. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി പറയരുത് ഞാൻ തോൽവിയാന്ന്. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി പറയരുത് ഞാനൊരു പരാജയമാന്ന്. നിങ്ങളെ നോക്കി പറയരുത് ഞാൻ എവിടെ കൈവയ്ക്കുന്നു അവിടെ എല്ലാം പരാജയമാന്ന്. നമ്മൾ വാതോരാതെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പാവി ജയിലിൽ നിന്നാണ് പാതാളമെന്ന്. അഭിഷേകമുള്ളവൻ എങ്ങനെ ആമേൻ അതിനകത്ത് ഉൾപ്പെടും? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെ ആ ഡയലോഗ് പറയാൻ യോഗ്യതയുള്ളവനായി തീരും? ഹല്ലേലൂയ. പറയരുത്. വായി തുറന്ന് പറയുക, എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം അത്ഭുതങ്ങളെ സൃഷ്ടിപ്പാൻ കഴിവുള്ളതാണ്. എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഇന്നലകളിലെ എല്ലാ പരാജയങ്ങളെ മാറ്റി ചരിത്രത്തെ സൃഷ്ടിപ്പാൻ ശക്തിയുള്ളതാണ്. നിങ്ങൾ എപ്പോൾ പറയാൻ തുടങ്ങോ അപ്പോൾ മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ തുടങ്ങുക. നിങ്ങൾ എപ്പോൾ ഇതിനെ അംഗീകരിക്കാൻ തുടങ്ങുമോ അന്നേരം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ നിങ്ങൾ? ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവാ എന്നിലും നിങ്ങളിലും സ്വർഗം പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തോൽവിയല്ല, നമ്മൾ ജയാളികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉയർത്തുന്നത് മനുഷ്യനെ അല്ല, നമ്മൾ ഉയർത്തുന്ന ഒരു വ്യക്തിയെ അല്ല, നമ്മൾ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ അല്ല, ആശ്രയിക്കുന്ന ഒരു വ്യക്തിയിലല്ല, കർത്താവില. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. നമ്മൾ ഒരുമിച്ച് അവൻ എഴുന്നേറ്റ് അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോവുക. കുറച്ചധികം സമയമായി നിങ്ങൾ ഇരിക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ നിന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നേ, ഇന്നു മുതൽ മുൻപോട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വായി തുറന്ന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അനുകൂലമായ സാഹചര്യം
സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ഉളവാക്കണം. വായി തുറന്ന് പറയാൻ തുടങ്ങണം, ഞാൻ തോൽവിയല്ല, ഞാൻ ജയമാണ്. കാരണം ഒന്ന് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ മേലിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, രോഗത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, പ്രതികൂലത്തിന് എന്നെ തളർത്തുവാൻ കഴിയത്തില്ല, പ്രതിസന്ധിക്ക് എന്നെ തളർത്തുവാൻ കഴിയത്തില്ല. കാരണം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിന്റെ സകലത്തെക്കാളും വലിയതും സകലത്തെക്കാളും വിലയേറിയതും സകലത്തിലും ശക്തിയുള്ളതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ മൂടി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം സ്വാതന്ത്ര്യമായി ഇന്ന് പകൽക്കാലം ഇറങ്ങണം. രോഗികളുടെ മേൽ ആമേൻ ഈ ദൈവശക്തി ചലിക്കട്ടെ. ആമേൻ അവരുടെ മേൽ കിടക്കുന്ന അഭിഷേകം ചില കെട്ടുകളെ പൊട്ടിച്ച് ഈ ജനത്തെ പുറത്തെടുക്കട്ടെ. അവരുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം അവൻ ചില കെട്ടുകളെ പൊട്ടിച്ച് തൻ്റെ ജനത്തെ പുറത്തെടുക്കട്ടെ. കർത്താവേ, റബല ഷേതേരേഗ ലധുരബലബ ലതേരേഗ ലധുരബലബ ശംതേരേ രഥരഗലബ. ദൈവ കരങ്ങളിലേക്ക് ഞാൻ ഈ മക്കളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അസാധാരണമായ ദൈവ മഹത്വത്താൽ ഈ ജനത്തെ അവിടെ നിറയ്ക്കണം. ദൈവ സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ മേൽ പകരണം. രക്തം കൊണ്ട് മുദ്രയിടുന്നു. ആമേൻ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തിയോടെ ചിലതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് എഴുന്നേൽപ്പാൻ അങ്ങയുടെ ജനത്തെ അവിടെ നിന്ന് ശക്തീകരിച്ചാട്ടെ. അങ്ങയുടെ മഹത്വം ജനത്തിന്റെ മേൽ ഇറങ്ങണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.